തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ മേഘയുടെ ആത്മഹത്യയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സുഹൃത്ത് സുഗാന്ത് സുരേഷിന് ഒരേ സമയം 3 പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്നതായി കണ്ടെത്തൽ. IBയിലെ 3 വനിതാ ഉദ്യോഗസ്ഥരുമായാണ് ബന്ധമുണ്ടായിരുന്നത്. കൊച്ചിയിലെ സുഗാന്തിൻ്റെ താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ ലഭിച്ചത്. വിവരങ്ങളുമായി ഇപ്പോൾ വിജിൻ വായന്തോട് ചേരുകയാണ്. വിജിൻ, ഈ മേഘ IB ഉദ്യോഗസ്ഥ ലൈംഗിക പീഡനത്തിനിരയായിരുന്നു, ഒപ്പം തന്നെ സാമ്പത്തിക ചൂഷണത്തിനും ഇരയായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാത്തിനും പിന്നിൽ സുഗാന്ത് സുരേഷ് എന്ന മറ്റൊരു IB ഉദ്യോഗസ്ഥൻ. എന്താണ് പോലീസ് കണ്ടെത്തിയ മറ്റു കാര്യങ്ങൾ? സിജു, എന്തായാലും നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് IBയുടെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത്. ഈ സുഗാന്തിൻ്റെ കൊച്ചിയിലെ താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെ പുറത്തു വന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ സുഗാന്തിന് IBയിലെ തന്നെ മറ്റ് 2 വനിതാ ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മേഘ മധുവിനെ ശാരീരികമായി പീഡിപ്പിച്ചിരുന്നു. അതിനുശേഷം ലൈംഗികാതിക്രമത്തിന് ഇരയായ മേഘ മധു തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ ഇതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അച്ഛനുൾപ്പെടെയുള്ള ബന്ധുക്കൾ ആരോപിച്ചത് ഈ മേഘയുടെ പണം പൂർണ്ണമായും ശമ്പളമായി ലഭിക്കുന്ന പണം പൂർണ്ണമായും സുഗാന്ത് കൈക്കലാക്കാറുണ്ടായിരുന്നു എന്നുള്ള ആരോപണമായിരുന്നു ഉന്നയിച്ചത്. ഇതിനുള്ള തെളിവും പോലീസിന് നിലവിൽ പരിശോധനയിൽ ലഭിച്ചിട്ടുണ്ട്. അത് ഫോൺ രേഖകൾ വീണ്ടെടുത്തതിൽ നിന്നാണ് ലഭിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ അക്കൗണ്ട് വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതായത് 2024 ഒക്ടോബർ മുതൽ 2024 ഡിസംബർ വരെയുള്ള കാലയളവിലെ ശമ്പളം അത് സുഗാന്ത് കൈക്കലാക്കിയിരുന്നു എന്നതിൻ്റെ തെളിവാണ്. അതായത് സുഗാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് മേഘ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ തെളിവാണ്. അതാണ് നമ്മളിപ്പോൾ നൽകുന്ന ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെ ഈ പണം കൈപ്പറ്റിയ ശേഷം ഈ മേഘയ്ക്ക് ആവശ്യമുള്ള തുക ദൈനംദിന ചെലവുകൾക്കായി 10,000-ഓളം രൂപ മാസം വെച്ച് തിരിച്ച് സുഗാന്ത് നൽകിയതിൻ്റെ തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഇക്കാര്യത്തിൽ വളരെ ദുരൂഹമായി നിന്നിരുന്ന ഒരു ആത്മഹത്യ, അതിലെ കൂടുതൽ വിവരങ്ങളാണ് നിലവിൽ പുറത്തു വരുന്നത്. എന്തായാലും സുഗാന്തിനെ കണ്ടെത്തുകയും അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ മേഘ ഈ അടുത്ത ഉദ്യോഗസ്ഥരുമായി, അടുത്ത ബന്ധമുള്ള ഉദ്യോഗസ്ഥരുമായി, വനിതാ ഉദ്യോഗസ്ഥരുമായി താൻ വലിയ തരത്തിൽ ചീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഇനി താൻ എന്തിനാണ് ജീവിക്കുന്നത്, ഞാനൊരു ഒന്നിനും കൊള്ളാത്ത ആളാണ് എന്നുള്ള രീതിയിൽ ഈ വനിതാ ഉദ്യോഗസ്ഥരോട് കരഞ്ഞ് പറഞ്ഞിരുന്നു. അത്തരത്തിൽ അവർ ആശ്വസിപ്പിക്കുന്ന ഘട്ടത്തിലാണ് പെട്ടെന്നൊരു VIP സന്ദർശനത്തിൻ്റെ ഭാഗമായി അവർക്ക് ആ ദിവസം മാറിപ്പോകേണ്ടി വന്നത്. അതുമായി ബന്ധപ്പെട്ട തിരക്കുകളിലേക്ക് പോയി. അതിനുശേഷമാണ് ഈ മേഘ വൈകുന്നേരം ഏറ്റവും അവസാനം സുഗാന്തിൻ്റെ ഫോണിലേക്ക് സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഫോൺ കോളുകൾ ചെയ്ത് പേട്ടയിലെ റെയിൽപാളത്തിലേക്ക് ട്രെയിൻ വരുന്ന സമയത്ത് തന്നെ കയറുന്നു നടക്കുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തത്. എന്തായാലും നിലവിലെ വിവരങ്ങൾ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ സുഗാന്തിൻ്റെ ഒരു ആത്മഹത്യാ പ്രേരണ തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രധാനമെന്നുള്ളതാണ്. കല്യാണം കഴിക്കാമെന്ന വാഗ്ദാനം നൽകിയിരുന്നു. പക്ഷേ IAS പഠിച്ചുകൊണ്ടിരുന്ന സുഗാന്ത് പലതവണയായി IAS പ്രിലിമിനറി എക്സാമും പാസ്സായിരുന്നു. ഉദ്യോഗസ്ഥനായ IAS ലഭിച്ച ശേഷം കല്യാണം കഴിക്കാമെന്നുള്ള നിലപാടിലേക്ക് സുഗാന്ത് മാറി. പക്ഷേ നേരത്തെ തന്നെ കല്യാണം കഴിക്കണമെന്ന ആവശ്യം ഈ മേഘ സുഗാന്തിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അത് കഴിയില്ല എന്നുള്ള കാര്യം സുഗാന്ത് വ്യക്തമാക്കി. അങ്ങനെ കല്യാണത്തിൽ നിന്ന് പിന്മാറിയ സാഹചര്യത്തിലാണ് അതിലെ മനോവിഷമമാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത്, മേഘയെ നയിച്ചത് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. പക്ഷേ സാമ്പത്തികമായും തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ മേഘയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. സുഗാന്ത് 3 മാസത്തെ ശമ്പളം മേഘയിൽ നിന്ന് കൈപ്പറ്റി, മാത്രമല്ല മറ്റ് 3 IB വനിതാ ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പോലീസിൻ്റെ വിവരങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വിജിൻ പങ്കുവച്ചത്.